പി.വി. അൻവർ എം.എൽ.എയുടെ രണ്ടാമത്തെ പൊതുയോഗം ഇന്ന് വൈകിട്ട് 7 മണിക്ക് കോഴിക്കോട് മുതലക്കുളത്താണ് നടക്കാനിരിക്കുന്നത്. അൻവറിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഇന്നലത്തെ അൻവറിന്റെ പൊതുയോഗത്തിൽ വലിയ തോതിൽ ആളുകൾ ഒഴുകിയെത്തിയിരുന്നു. അപ്പോൾ ഇന്നും സമാനമായ സ്ഥിതി ഉണ്ടാകുമോ? ഇന്ന് കൂടുതൽ ഇപ്പോൾ മാമി തിരോധാന കേസിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളുണ്ടോ, കൃത്യമായി ആർക്കെങ്കിലും പേര് പറഞ്ഞ് തന്നെ ആർക്കെങ്കിലും എതിരെ ആരോപണങ്ങളുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എത്ര ജനക്കൂട്ടം എത്തും എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിലമ്പൂർ ചന്തമുക്കല്ല, കോഴിക്കോട് എന്നതാണ് പ്രത്യേകത. രാഹുൽ കെ വി മുഹമ്മദ് ഷഹീദും നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷഹീദ്, രാഹുൽ ഇന്നലെ അവിടെ നിന്നും വിവരങ്ങൾ പങ്കുവച്ചവരാണ്. ഇന്നലത്തെ അൻവറിൻ്റെ പ്രസംഗം കണ്ടു, ആളുകളുടെ ആവേശമൊക്കെ കണ്ടു. സമാനമായ ഒരു സ്ഥിതി ഇന്ന് ആവർത്തിക്കുമെന്ന് കരുതാമോ? ഇന്ന് എന്തായിരിക്കും കൂടുതൽ പറയാനുണ്ടാവുക? ദിവിഷ്, പി.വി. അൻവർ മണ്ഡലത്തിന് പുറത്ത് പങ്കെടുക്കുന്ന, ജില്ലയ്ക്ക് പുറത്ത് പങ്കെടുക്കുന്ന പരിപാടി എന്നതാണ് രാഷ്ട്രീയമായ പ്രാധാന്യം. ഇത് മുഹമ്മദ് ആട്ടൂർ തിരോധാന ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന പരിപാടിയാണ്, വിശദീകരണ പൊതുയോഗമാണ്. അതായത് അൻവർ എന്തൊക്കെ കാര്യങ്ങൾ പറയും, പ്രസംഗിക്കും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഉറ്റുനോക്കുന്നതും. പി.വി. അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ, അതായത് ADGP MR അജിത് കുമാറിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങളാണ് ഈ മാമി കേസ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയതെന്നതാണ്. ഓഗസ്റ്റ് 21, 2023 കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂരിനെ കാണാതാകുന്നത്. ആദ്യം നടക്കാവ് പോലീസ് കേസ് അന്വേഷിച്ചു, പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. അതിനുശേഷം മലപ്പുറം മുൻ SP S ശശിധരൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു. അതിനുശേഷമൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയത്. CBI അന്വേഷണം വേണമെന്നൊരാവശ്യം കുടുംബം, ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പിന്നാലെ അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് പോലീസ് കേസ് കൈമാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ വിധത്തിൽ പണം തട്ടുന്നതിന് വേണ്ടി ആളുകളെ കൊന്നിട്ടുണ്ട് ADGP എന്നാണ് പി.വി. അൻവർ പറഞ്ഞിരുന്നത്. അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ മാമി ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന വിശദീകരണ പൊതുയോഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നത് തന്നെയാണ്. ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മോടൊപ്പമുണ്ട്. പി.വി. അൻവറിനെ കൊണ്ടുവരുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പരിപാടിയോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് മാമി ആക്ഷൻ കമ്മിറ്റി എന്നതിനപ്പുറത്തേക്ക് അൻവർ വരുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന ഒരു പരിപാടിയല്ലേ? അല്ല, അൻവറിൻ്റെ ഇപ്പോഴത്തെ ചില രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായിട്ട് തോന്നുന്നതായിരിക്കും. ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷവും ഒരു മാസവും 10 ദിവസവുമായി ഒരാളുടെ തിരോധാനം വന്നിട്ട് അതിൻ്റെ അന്വേഷണം പലപ്പോഴും വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അതിൽ പോലീസിനെതിരെയും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. സാന്ദർഭികമായി അൻവർ MLA-യും പോലീസിലെ ചില നടപടികളിൽ അദ്ദേഹം ഷെയർ ചെയ്യുകയുണ്ടായി, പൊതുജനങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പോരാട്ടം തന്നെ പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പോൾ മാമി കേസിൽ ഞങ്ങളുടെയും ആശങ്ക അത് തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുമായി പലതവണ അദ്ദേഹം ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കാമെന്നുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് ഞങ്ങൾ അദ്ദേഹത്തെ വെച്ച് ആക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്ന ഓരോ സമര പരിപാടികളുടെയും തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിച്ച് ഈ പരിപാടി നടത്തുന്നത്. എന്താണ് MLA പുതിയ വെടിപൊട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? MLA ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആക്ഷൻ കമ്മിറ്റി എല്ലാവരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്തെങ്കിലും പ്രഖ്യാപിക്കുന്ന ഒരു വേദിയായി മാറും എന്നൊന്നും ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല. ആക്ഷൻ കമ്മിറ്റി എന്തായാലും മടങ്ങി വരാം. ഇന്ന് എന്തൊക്കെയാണ് പി.വി. അൻവർ ജനങ്ങളോട് പറയാനിരിക്കുന്നത്? എത്രമാത്രം ജനക്കൂട്ടം പി.വി. അൻവറിനെ കേൾക്കാനെത്തും? കോഴിക്കോട് CPM-ൻ്റെയും വളരെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.